ഹായ് ഹലോ നമസ്കാരം. PSC ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും കുറച്ച് അറിവുകളുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ്. കഴിഞ്ഞ ആഴ്ചയും ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വാർത്താവിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം നമുക്ക് പ്രധാനപ്പെട്ടതല്ല, പ്രധാനപ്പെട്ട കുറച്ച് ചോസൺ ഫ്യൂ വാർത്തകളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത പോലെ കഴിഞ്ഞ 7 ദിവസത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരുടെയും PSC പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ, തയ്യാറെടുപ്പിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു പിടി ആനുകാലിക വാർത്തകൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് നമ്മുടെ ആദ്യത്തെ വാർത്ത? 2024 നവംബറിൽ അന്തരിച്ച പ്രശസ്ത നാടകകൃത്തും എഴുത്തുകാരനുമായ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ആരാണെന്നാണ് ചോദ്യം. 2024 അന്തരിച്ച പ്രശസ്ത നാടകകൃത്തും എഴുത്തുകാരനുമായിട്ടുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം ഓംചേരി NN പിള്ളയാണ്. ഓംചേരി NN പിള്ള, അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള നമുക്കൊക്കെ തന്നെ സുപരിചിതനായിട്ടുള്ള നാടകകൃത്തും എഴുത്തുകാരനുമാണ്. നമുക്ക് അദ്ദേഹത്തെ പറ്റി കുറച്ച് വിശദമായിട്ട് തന്നെ നോക്കാം. അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികളെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം നമുക്കറിയാം, ഡിഗ്രി പ്രിലിംസിന് കലാകാരന്മാർ, കലാസാംസ്കാരിക മേഖലകൾ, അവരുടെ ബഹുമതികൾ, അവരുടെ സംഭാവനകൾ ഒക്കെ തന്നെ 5 മാർക്കിൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് അന്തരിച്ച ഓംചേരിയെ പറ്റി, അദ്ദേഹത്തിൻ്റെ കൃതികളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ പറ്റിയും അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതികളെ പറ്റിയും നമ്മളൊന്ന് നോക്കണം. 1972 പ്രളയം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഓംചേരി സാറിന് ലഭിക്കുകയുണ്ടായി. പ്രളയം എന്ന നാടകത്തിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1972 ഓംചേരി സാറിന് ലഭിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. 2010 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന് 1972 പ്രളയം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2010 അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കൂടി അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ള കാര്യം ഓർക്കുക. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ആകസ്മികം എന്ന ഓംചേരി സാറിന്റെ ഓർമ്മക്കുറിപ്പിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു എന്ന് ഓർക്കുക. കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ച എഴുത്തുകാരനും നാടകകൃത്തുമാണ് ഓംചേരി സാറ്. അദ്ദേഹത്തിന്റെ ആകസ്മികം എന്ന ഓർമ്മക്കുറിപ്പിനാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. പ്രഥമ കേരള പ്രഭാ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രഥമ കേരള പ്രഭാ പുരസ്കാരവും. നിങ്ങൾക്കറിയാം, പത്മ അവാർഡ്സിന്റെ, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ അടങ്ങുന്ന പത്മ അവാർഡ്സിന്റെ മാതൃകയിൽ കേരള സർക്കാർ മലയാളികൾക്ക് നൽകുന്ന അവാർഡാണ് കേരള പുരസ്കാരങ്ങൾ. അതിൽ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഓംചേരി സാറ്. പ്രഥമ കേരള പ്രഭാ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ നമുക്ക് കേരള ജ്യോതി അവാർഡുണ്ട്. അതാണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന അവാർഡ്. അതിനുശേഷമാണ് കേരള പ്രഭയും കേരള ശ്രീയും വരുന്നത്. അതിൽ പ്രഥമ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഓംചേരി സാർ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം 1972 പ്രളയം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2010 അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. ആകസ്മികം എന്ന അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിന്, അത് നാടകമല്ല, ഓർമ്മക്കുറിപ്പാണ്, അദ്ദേഹത്തിന്റെ ആകസ്മികം എന്ന ഓർമ്മക്കുറിപ്പിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, പ്രഥമ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചതും ഓംചേരി NN പിള്ള സാറിനാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത. 2024 നവംബറിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗത്വമെടുത്ത രാജ്യം എന്താണ്? 2024 നവംബറിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗത്വമെടുത്ത രാജ്യം ഏതാണ്? ഉത്തരം അർമേനിയയാണ്. അർമേനിയയാണ് 2024 ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗത്വമെടുത്ത ഏറ്റവും പുതിയ രാജ്യം. 104ാമത്തെ രാജ്യമാണ്. സ്ഥിര അംഗത്വം നേടിയ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ സ്ഥിര അംഗത്വം നേടിയ 104ാമത്തെ രാജ്യമാണ് അർമേനിയ എന്നുള്ള കാര്യം ഓർക്കുക. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ടോട്ടൽ മെമ്പർഷിപ്പ് 120 ആണ്. 120 സ്ഥിര അംഗങ്ങളുമുണ്ട്, ഒബ്സർവിംഗ് നേഷൻസും ഉണ്ട്. അതിൽ സ്ഥിര അംഗത്വം എടുത്ത 104ാമത്തെ രാജ്യമാണ് അർമേനിയ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും എന്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്നൊരു ഡൗട്ട് നിങ്ങൾക്കുള്ളിൽ ഉണ്ടായിരിക്കും. ഇനി അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്കതൊന്ന് പരിഹരിക്കാം. ഓക്കെ,
ഇന്റർനാഷണൽ സോളാർ അലയൻസിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISA is an intergovernment treaty-based organization with a global mandate to catalyze solar growth and for increased deployment of solar energy technologies. എനർജി എഫിഷ്യൻസിയെ പറ്റിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സൗരോർജ്ജം, സോളാർ എനർജി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിനും സോളാർ എനർജി ടെക്നോളജീസ് കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും അതിലേക്ക് ഇന്നോവേഷൻസ് ഒക്കെ നടക്കുന്നതിന് വേണ്ടിയും ഒക്കെയായി പ്രത്യേകമാം വിധം സ്ഥാപിക്കപ്പെട്ട ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് അല്ലെങ്കിൽ ISA. The ISA was jointly launched by Prime Minister Narendra Modi and French President Francois Hollande on November 30th, 2015. ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു അന്താരാഷ്ട്ര സംഘടന ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെയും ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഫ്രാങ്കോയിസ് ഹോളണ്ടിൻ്റെയും ഇനിഷ്യേറ്റീവിൽ അവർ ജോയിൻ്റ്ലി ലോഞ്ച് ചെയ്ത ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അപ്പം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇതിൽ വളരെയധികം നിർണായകമായിട്ടുള്ള പങ്കുള്ളത് കൊണ്ട് തന്നെ നമ്മളും വളരെയധികം വിശദമായിട്ട് ഈ ഒരു സംഘടനയെ പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് ഇതെന്നുള്ള കാര്യം ഓർക്കുക. സോ എന്നാണ് ലോഞ്ച് ചെയ്തത്? ISA is launched on 2015 November 30. നവംബർ 30, 2015 ISA ലോഞ്ച് ചെയ്തെന്നുള്ള കാര്യം ഓർക്കുക. ഇൻ പാരീസ് വെച്ചായിരുന്നു സ്ഥാപിക്കപ്പെട്ടത്. ഓൺ ദി സൈഡ് ലൈൻസ് ഓഫ് ദി 21st കോൺഫറൻസ് ഓഫ് പാർട്ടീസ് COP. കഴിഞ്ഞ ദിവസം ഞാൻ അസർബൈജാനിലെ ബെക്കുവിൽ സമ്മേളിച്ച 29th COPയെ പറ്റി പറഞ്ഞിരുന്നു. ഇത് പാരീസിൽ 2015 സമ്മേളിച്ച 21st COPയിൽ വെച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാങ്കോയിസ് ഹോളണ്ടയും കൂടി ഒരുമിച്ച് ജോയിൻ്റ്ലി ISA ലോഞ്ച് ചെയ്തെന്നുള്ള കാര്യം ഓർക്കുക. ഇനി എവിടെയാണ് നമ്മുടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്? ദി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദി ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി ഇൻ ഗുർഗാവ്, ഹരിയാന. ഹരിയാനയിലെ ഗുർഗാവിലാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള സ്ഥലമാണ് നമ്മുടെ ഹരിയാനയിലെ ഗുർഗാവ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ISAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? നമ്മുടെ ഹരിയാനയിലെ ഗുർഗാവിലാണെന്നുള്ള കാര്യം ഓർക്കുക. ISA became the first international intergovernmental organization to be headquartered in India. അപ്പോൾ ഇന്ത്യയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള, ഇന്ത്യയിൽ ആസ്ഥാനമുള്ള ആദ്യത്തെ ഇന്റർനാഷണൽ സംഘടനയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് അല്ലെങ്കിൽ ISA എന്നുള്ള കാര്യം ഓർക്കുക. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണിത്. ഇന്ത്യയിലെ ഹരിയാനയിലെ ഗുർഗാവിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ആദ്യ വിദേശ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. The 7th session of the International Solar Alliance was held in New Delhi from December 3rd to December 6, 2024. 2024 നവംബറിലെ ആദ്യ വാരത്തിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ 7ാമത്തെ സമ്മേളനം ന്യൂഡൽഹിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. സോ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഒരു സമ്മേളനമാണ് ISAയുടെ 7ാമത്തെ സെഷൻ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. The 7th session also elected its president and co-president for 2024-2026. 2024-2026 കാലഘട്ടത്തിലേക്ക് ISAയുടെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഈ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന സമ്മേളനം ഇലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഭാരതീയർ, ഇന്ത്യക്കാർ, പ്രത്യേകമായിട്ട് മത്സര പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികളായിട്ടുള്ള നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ISAയുടെ നിലവിലത്തെ പ്രസിഡന്റ് 2024 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ ISAയുടെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയാണെന്നുള്ള കാര്യം ഓർക്കുക. So India is the president of International Solar Alliance and France is the co-president of International Solar Alliance. അപ്പോൾ ന്യൂഡൽഹിയിൽ നവംബറിലെ ആദ്യ വാരത്തിൽ നടന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യയെ പ്രസിഡന്റായിട്ട് യുണാനിമസ്ലി ഇലക്ട് ചെയ്തു. co-president ആയിട്ട് ഫ്രാൻസിനെയും ഇലക്ട് ചെയ്തു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട വാർത്ത. നമ്മൾ എവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്? ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ 104ാമത്തെ അംഗരാജ്യമായിട്ട്, സ്ഥിരം മെമ്പറായിട്ട്, ഫുൾ ടൈം മെമ്പറായിട്ട് അർമേനിയ കടന്നു വന്നു എന്നുള്ള വാർത്തയിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പം നിങ്ങൾ കാണുന്ന വാർത്തകളെ നിങ്ങൾ നിസ്സാരമായി കണ്ട് തള്ളരുത്, മറിച്ച് ആ വാർത്തയുടെ ഒരു ബാക്ക് സ്റ്റോറി, അതൊരു
പിന്നാമ്പുറ കഥകൾ അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അതൊരു കീ പോയിന്റ് ആയിട്ട് കണ്ട് അതിനെപ്പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് വളരെ സ്മാർട്ടായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ ലക്ഷണമാണ് എന്നുള്ള കാര്യമൊന്ന് ഓർക്കുക. ഇനി നമുക്ക് അർമേനിയയിൽ നിന്നും ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ നിന്നൊക്കെ മാറി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് കടന്നു വരാം. എന്താണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഒരു ഡെവലപ്മെന്റ് സംഭവിച്ചത്? ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം 2024 പ്രഖ്യാപിച്ചു. സോ ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾക്കും അതുപോലെ സ്ഥാപനങ്ങൾക്കും സാമൂഹ്യ നീതി വകുപ്പ് നൽകുന്ന സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം പ്രഖ്യാപിച്ചു. അതിൽ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഭരണകൂടങ്ങളെ പറ്റി, പഞ്ചായത്തുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. പുരസ്കാര പട്ടികയിൽ ഇടം നേടിയവർ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആലപ്പുഴയാണ് മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച ജില്ലാ ഭരണകൂടമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡാണ്. സോ ആലപ്പുഴ മികച്ച ജില്ലാ പഞ്ചായത്ത്, കാസർഗോഡ് മികച്ച ജില്ലാ ഭരണകൂടം. മികച്ച കോർപ്പറേഷനായിട്ട് പരിഗണിക്കപ്പെട്ടത് ഏതാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനാണ് മികച്ച കോർപ്പറേഷനുള്ള സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം ലഭിച്ച കോർപ്പറേഷൻ എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ മികച്ച നഗരസഭ അല്ലെങ്കിൽ മികച്ച മുനിസിപ്പാലിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? നിലമ്പൂർ നഗരസഭയാണ്. സോ മികച്ച നഗരസഭ നിലമ്പൂർ നഗരസഭ. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് 2 ബ്ലോക്ക് പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു, ഒന്ന് പെരുമ്പടപ്പും വേറൊന്ന് മതിലകവും. ഇനി മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കതിരൂറും കാമാക്ഷിയും മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് പെരുമ്പടപ്പും മതിലകവും തിരഞ്ഞെടുക്കപ്പെട്ടു. നമുക്കൊന്നും കൂടെ നോക്കാം. സംസ്ഥാന ഭിന്നശേഷി പുരസ്കാര പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള പ്രധാനപ്പെട്ട പഞ്ചായത്തുകളെ പറ്റിയാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? ആലപ്പുഴയാണ്. മികച്ച ജില്ലാ ഭരണകൂടം ഏതാണ്? കാസർഗോഡാണ്. മികച്ച കോർപ്പറേഷൻ ഏതാണ്? അത് തിരുവനന്തപുരമാണ്. മികച്ച നഗരസഭ ഏതാണ്? അത് നിലമ്പൂർ നഗരസഭയാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് പെരുമ്പടപ്പും മതിലകവും തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് കതിരൂറും കാമാക്ഷിയും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ അതാണ് പ്രധാനപ്പെട്ട 3ാമത്തെ വാർത്ത. ഇനി ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട 4ാമത്തെ വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. അതും ഒരു സാഹിത്യ പുരസ്കാരത്തെ പറ്റിയുള്ള വാർത്തയാണ്. ഇന്ത്യയിൽ സാഹിത്യ സൃഷ്ടികൾക്ക് ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന JCB സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായ വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഇന്ത്യയിൽ സാഹിത്യ സൃഷ്ടികൾക്ക് ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന JCB സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായ വ്യക്തി ആരാണ്? ഉപമന്യു ചാറ്റർജിയാണ് ഉത്തരം. അദ്ദേഹത്തിന്റെ ലോറൻസ് ഓഫ് സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ബുക്കിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയെന്ന് ഓർക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ത്യയിൽ സാഹിത്യ സൃഷ്ടികൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന ഒരു അവാർഡാണ് JCB സാഹിത്യ പുരസ്കാരം. അതിലെ പ്രൈസ് മണി എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപയാണ് JCB പുരസ്കാരത്തിന്റെ പ്രൈസ് മണി. ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന പുരസ്കാരമാണ് JCB സാഹിത്യ പുരസ്കാരം എന്നുള്ള കാര്യം ഓർക്കുക. 2024 ഈ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഉപമന്യു ചാറ്റർജി. അദ്ദേഹത്തിന്റെ ലോറൻസ് ഓഫ് സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. നമുക്കപ്പം ഈ ഒരു JCB പുരസ്കാരത്തെ പറ്റി കൂടുതലായിട്ടൊന്ന് നോക്കാം. സാഹിത്യ സൃഷ്ടികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന JCB സാഹിത്യ പുരസ്കാരം JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷനാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സോ സാഹിത്യകൃതികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന JCB സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്ന ഫൗണ്ടേഷൻ ഏതാണ്? അത് JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതോ ആയ കൃതികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. സോ എങ്ങനെയുള്ള കൃതികൾക്കാണ് JCB പുരസ്കാരം ലഭിക്കുന്നത്? ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ മറ്റേതെങ്കിലും ഇന്ത്യൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതോ ആയിട്ടുള്ള കൃതികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പം മലയാള സാഹിത്യകാരന്മാർക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ എന്നൊരു ആകാംക്ഷ നിങ്ങൾക്കുണ്ടായേക്കാം. നമുക്ക് ആ ആകാംക്ഷയുടെ ഉത്തരം തേടാം. എഴുത്തുകാരൻ ബെന്യാമിനാണ് മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. സോ എഴുത്തുകാരൻ ബെന്യാമിനാണ് മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട്
JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, ബെന്യാമിൻ്റെ ആടുജീവിതം ഒരുപക്ഷെ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട നോവൽസ് ഒക്കെ തന്നെയാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകളും അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയും ഒക്കെ അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ നോവൽ ശേഖരം. സോ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിനാണ് 2018 JCB പുരസ്കാരം ലഭിക്കുന്നതെന്ന് ഓർക്കുക. JCB സാഹിത്യ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാള എഴുത്തുകാരനാണ് ബെന്യാമിൻ. 2018 അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിക്കുന്നത്. മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം എഴുതിയ മുല്ലപ്പൂ നിറമുള്ള പകലുകൾക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. പിന്നെ ലഭിച്ചിട്ടുള്ള മലയാള എഴുത്തുകാർ ഹരീഷിൻ്റെ മീശയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അത് 2020 പിന്നെ മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്ന വർക്കിനും 2021 JCB പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ബെന്യാമിനാണ് ആദ്യമായിട്ട് JCB പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾക്ക്. പിന്നെ ഹരീഷിൻ്റെ മീശയ്ക്കും മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾക്കും ഇതേ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇതാണ് നമ്മൾ JCB അവാർഡിനെ പറ്റി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. ഈ വർഷത്തെ പുരസ്കാരം ലഭിച്ചത് ഉപമന്യു ചാറ്റർജിയുടേതാണ്. ലോറൻസോ സെർച്ചസ് ദ മീനിങ് ഓഫ് ഹിസ് ലൈഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലിനാണ് ഈ പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. നമുക്ക് ആ സാഹിത്യ പുരസ്കാരത്തിൽ നിന്നും ഒരു അന്താരാഷ്ട്ര വാർത്തയിലോട്ട് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 2024 നവംബറിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്? PSC അന്താരാഷ്ട്ര കാര്യങ്ങളിലും ഇപ്പോൾ വളരെയധികം ശ്രദ്ധ നൽകുന്നുണ്ട്. പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെ തന്നെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫോക്കസ് നമ്മൾ ആ ഒരു ഏരിയയിലേക്കും എത്തിക്കണം. 2024 നവംബറിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിക്കാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയാണ്, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി 2024 നവംബറിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പാലസ്തീൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ്, അവിടുത്തെ മനുഷ്യക്കുരുതിയുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുവാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി മുന്നിട്ട് വന്നത്. The International Court of Justice ICJ is the main judicial body of the UN. നമ്മൾ അന്താരാഷ്ട്ര നീതിന്യായ സംഘടനയെ പറ്റി കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജുഡീഷ്യൽ ബോഡിയാണ് ICJ. നമുക്കറിയാം ഒരു ഗവൺമെന്റിന് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യറി എന്ന് പറയുന്ന 3 വിങ്സ് ഉണ്ട്. UNO ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു രാജ്യം അല്ലെങ്കിൽ പോലും ഒരു സംഘടനയാണെങ്കിൽ പോലും UNOയ്ക്കും ഈ ഒരു എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ ഓർഗൻസ് ഉണ്ട്. അതിൽ UNOയുടെ ജുഡീഷ്യൽ ഓർഗനാണ് ICJ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1945 ആൻഡ് ഇറ്റ്സ് ലൊക്കേറ്റഡ് ദി ഹേഗ്, നെതർലാൻഡ്സ്. സോ 1945 ICJ സ്ഥാപിക്കപ്പെട്ടത്. ICJയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നെതർലൻഡിലെ ഹേഗിലാണ് ICJയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി the ICJ has 15 judges who serve 9-year terms elected by the UN General Assembly and Security Council. The court's official languages are English and French. ICJയുടെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ 15 ജഡ്ജികളാണ് ഉള്ളത്. ഇവർക്ക് 9 വർഷത്തെ കാലാവധിയാണ്. 15 ജഡ്ജികൾ, 9 വർഷത്തെ കാലാവധി. ഇവരെ ഇലക്ട് ചെയ്യുന്നത് ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലും കൂടെ ചേർന്നിട്ടാണ്. ഇനി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. UNOന് സ്വന്തമായിട്ട് 6 ഔദ്യോഗിക ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളത്. നമ്മൾ ICJയിലോട്ട് കടന്നു വരികയാണെങ്കിൽ 2 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ICJയുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു പ്രധാന അന്താരാഷ്ട്ര സംഭവ വികാസം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമെതിരെയും ഇതുപോലെ ICJ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകാരം നൽകിയതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2024 നവംബറിൽ നമ്മൾ ആഘോഷിക്കുന്നത്?
നവംബർ 26-നാണ് ഭാരതം ഭരണഘടനാ ദിവസം ആചരിക്കുന്നത്. അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ വാർഷികമായിട്ടാണ് നമ്മൾ എല്ലാ കൊല്ലവും നവംബർ 26 ഭരണഘടനാ ദിവസമായിട്ട് ആചരിക്കുന്നത്. 2024 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ 75-ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. 2024 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതിൻ്റെ 75-ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ആ ഒരു ആഘോഷം പൂർണ്ണതയിലെത്താൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് പാർലമെൻറ്റിൽ 75 രൂപയുടെ കോയിനും സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലത്തിലോട്ട് നോക്കാം. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്നാണ്? അത് 1949 നവംബർ 26-നാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിളിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. On this 26th day of November 1949, we hereby enact, adopt ourselves this constitution എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രിയാമ്പിൾ അവസാനിക്കുന്നത്. സോ ഈ നവംബർ 26, 1949-ലാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകാരം നൽകിയെന്നുള്ള കാര്യം ഓർക്കുക. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതും ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതും. ഒരു മാസം കൂടെ കഴിഞ്ഞ് 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അത് നമുക്കറിയാം. അതിനും ഒരു ചരിത്രപരമായിട്ടുള്ള പിന്നാമ്പുറ കഥകളുണ്ട്. 1930 29 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് നമ്മൾ ജനുവരി 26-ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തീരുമാനമെടുത്തിരുന്നു. അന്ന് നമ്മളൊരു സിംബോളിക്കായിട്ട് അത് ആഘോഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, ആ ഒരു ചരിത്രപരമായ കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുവാൻ വേണ്ടിയും റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കാൻ വേണ്ടിയും ഈ ദിവസം നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മാറിപ്പോവരുത്. 49 നവംബർ 26-ന് ഭരണഘടനയ്ക്ക് നമ്മൾ അംഗീകാരം നൽകി. ഭരണഘടനാ സമിതി നിർമ്മാണ സമിതി ഓൺ ബിഹാഫ് ഓഫ് അസ് ഇന്ത്യൻ പൗരന്മാരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഈ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഇത് നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. ഇനി നമുക്ക് 7-ാമത്തെ പ്രധാനപ്പെട്ട വാർത്തയിലോട്ട് നോക്കാം. നവംബർ 26-നെ പറ്റി തന്നെയാണ് ഇവിടെയും വാർത്ത വരുന്നത്, പക്ഷേ അതിൻ്റെ ഒരു സാഹചര്യം വ്യത്യസ്തമാണ്. നവംബർ 26 ഭരണഘടനാ ദിവസം മാത്രമല്ല, മറിച്ച് ഇന്ത്യയിൽ ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നതും നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നതും എന്നാണ്? നവംബർ 26-നാണെന്ന് ഓർക്കുക. ഇന്ത്യയിൽ നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നതും എന്നാണ്? നവംബർ 26-നാണ്. എന്തുകൊണ്ടാണ് നവംബർ 26 നാഷണൽ മിൽക്ക് ഡേക്കായിട്ട് നമ്മൾ ചൂസ് ചെയ്തത്? നമ്മുടെ വൈറ്റ് റവല്യൂഷൻ്റെ ധവള വിപ്ലവത്തിൻ്റെ പിതാവായിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനമാണ് നവംബർ 26. അപ്പോൾ ഇന്ത്യയിൽ പാലുൽപാദനം കൂട്ടാൻ വേണ്ടി ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു വൈറ്റ് റവല്യൂഷൻ. ഈ വൈറ്റ് റവല്യൂഷൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വർഗീസ് കുര്യൻ്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 26-നാണ് നമ്മൾ ദേശീയ ക്ഷീരദിനമായിട്ട് നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നെന്നുള്ള കാര്യം കൂടി ഓർക്കുക. നമുക്ക് ഈ ഒരു ദിവസത്തിന് ഗവൺമെൻറ് ഒരു പ്രത്യേക സർവേ റിലീസ് ചെയ്തു. നമുക്ക് ആ ഒരു സർവേയുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡെയറി ഫാമിംഗ് റിലീസ്ഡ് ദി ബേസിക് ആനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് 2024 on the occasion of National Milk Day. So, Fisheries, Animal Husbandry and Dairy Farming Ministry നവംബർ 26-ന് ബേസിക് ആനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് റിലീസ് ചെയ്തു. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ, പ്രധാനപ്പെട്ട സൂചികകൾ എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം. ഇന്ത്യ ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മിൽക്ക് ഇൻ ദി വേൾഡ്. ലോകത്തിൽ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന, ക്ഷീരോത്പാദനം നടത്തുന്ന രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനങ്ങളാണ് ക്ഷീരോത്പാദനത്തിൽ മുൻപ് നിൽക്കുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ്.
ലോകത്ത് ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏത് സംസ്ഥാനങ്ങളാണ് പാൽ ഉൽപാദനത്തിൽ, ക്ഷീരോത്പാദനത്തിൽ മുൻപിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ്. ദെൻ ഇന്ത്യ റാങ്ക്ഡ് സെക്കൻഡ് ഗ്ലോബലി ഇൻ എഗ് പ്രൊഡക്ഷൻ. മുട്ടയുടെ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് 2ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇനി ഇന്ത്യയിൽ മുട്ട ഉൽപ്പാദനത്തിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടോപ്പ് 3 പ്രൊഡ്യൂസേഴ്സ് ആർ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആൻഡ് തെലങ്കാന. സോ പാലുൽപാദനത്തിൻ്റെ കാര്യത്തിൽ ഇതെല്ലാം തന്നെ ഹിന്ദി ബെൽറ്റ് റീജിയൻ ആണെങ്കിൽ മുട്ട ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ ടോപ്പായിട്ട് നിൽക്കുന്നത് സദേൺ സംസ്ഥാനങ്ങളാണ്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാനയാണ് മുട്ടയുടെ ഉൽപ്പാദനത്തിൽ രാജ്യത്തെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. ആൻഡ് മീറ്റ് പ്രൊഡക്ഷൻ, മാംസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ടോപ്പ് 3 പ്രൊഡ്യൂസേഴ്സ് ആർ വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര. സോ മീറ്റ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇപ്പം ഈ ഒരു റാങ്കിങ് എന്ന് പറയുന്നത് മിനിസ്ട്രീസ് ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡെയറി ഫാമിംഗ് റിലീസ് ചെയ്ത ബേസിക് ആനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നാണ് നമുക്ക് ഒരു ഡേറ്റ കിട്ടിയെന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ പാലുൽപാദനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഉത്തർപ്രദേശും രാജസ്ഥാനും മധ്യപ്രദേശുമാണ് ഏറ്റവും ലീഡ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. മുട്ട ഉൽപാദനത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനമാണ് നമുക്ക്. ഇവിടെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളാണ് മുട്ടയുടെ ഉൽപാദനത്തിൽ ടോപ്പായിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ 8ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. അതൊരു ജോഗ്രഫി എന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. 2024 നവംബറിൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണെന്നാണ്. ഒരു ന്യൂനമർദ്ദമായിട്ടാണ് രൂപം കൊണ്ടത്. അത് ഈ ദിവസങ്ങളിൽ ചുഴലിക്കാറ്റായി തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ വന്ന് വീശുമെന്നാണ് നമ്മുടെ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. സോ ആ ഒരു ന്യൂനമർദ്ദത്തിൻ്റെ അല്ലെങ്കിൽ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഫെങ്കൽ. നമുക്കറിയാം ഈ ഒരു നവംബർ, ഒക്ടോബർ മാസങ്ങളിൽ ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് നമ്മുടെ രാജ്യത്ത് ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ തീരങ്ങളിൽ വന്ന് പതിക്കുന്നത് ഓരോ വർഷവും നമ്മൾ കാണുന്നതാണ്. പലപ്പോഴും PSC അത്തരം ചുഴലിക്കാറ്റുകളെ പറ്റിയും ന്യൂനമർദ്ദത്തെ പറ്റിയൊക്കെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ വർഷം 2024 തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിനിട്ട പേര് ഫെങ്കൽ എന്നുള്ളതാണ്. ആ പേര് നൽകിയ രാജ്യം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയാണ് ഫെങ്കൽ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയെന്നുള്ള കാര്യം ഓർക്കുക. ഫെങ്കലിൻ്റെ അർത്ഥം നിസ്സംഗത എന്നാണ്. ഫെങ്കലിൻ്റെ അർത്ഥം നിസ്സംഗത എന്നുള്ളതാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ 2024 നവംബറിൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഫെങ്കൽ. ഫെങ്കലിന് ആ ഒരു പേര് നൽകിയത്, ഫെങ്കൽ എന്നുള്ള പേര് നൽകിയത് സൗദി അറേബ്യയാണ്. ഫെങ്കലിൻ്റെ അർത്ഥം നിസ്സംഗത എന്നുള്ളതാണെന്നും കൂടി ഓർക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോഗ്രഫി എന്നുള്ളൊരു ചോദ്യമാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി 9ാമത്തെ ചോദ്യം, 9ാമത്തെ പ്രധാനപ്പെട്ട വാർത്ത. മുനമ്പം ഭൂമി പ്രശ്നം വിശദമായി പഠിക്കുന്നതിന് ഗവൺമെന്റ് നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷന്റെ പേരെന്താണ്? CN രാമചന്ദ്രൻ നായർ എന്നാണ് ആൻസർ. മുനമ്പം ഭൂമി പ്രശ്നം വിശദമായി പഠിക്കുന്നതിനും ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും വേണ്ടി നമ്മുടെ ഗവൺമെന്റ് നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷന്റെ പേരാണ് CN രാമചന്ദ്രൻ നായർ എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഇനി 10ാമത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് നോക്കാം. IPL ലേലമൊക്കെ ഈ വീക്കാണ് നടന്നത്. താരലേലം നടന്നു. താരങ്ങളൊക്കെ തന്നെ ഓരോ ടീമിൽ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലേലത്തിൽ പ്രധാനപ്പെട്ട 2 വാർത്തകൾ നമുക്ക് നോക്കാം. IPL ലേലത്തിൽ കരാർ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണെന്നാണ് ചോദ്യം. IPL ലേലത്തിൽ കരാർ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം വൈഭവ് സൂര്യവംശി. വെറും 13 വയസ്സ് മാത്രമുള്ള ഒരു ക്രിക്കറ്റ് താരമാണ് വൈഭവ് സൂര്യവംശി. ഒരുപക്ഷെ നാളെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടുവാൻ സാധിക്കുന്ന നാളത്തെ ഒരു പ്രതിഭയായിട്ട് നമുക്ക് കണക്കാക്കാം. സോ IPL ലേലത്തിൽ കരാർ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് ആ ഒരു റെക്കോർഡ് കിട്ടിയ വ്യക്തിയാണ് വൈഭവ് സൂര്യവംശി എന്നുള്ള കാര്യം ഓർക്കുക. ഒരു 13 വയസ്സുള്ള ഒരു കൗമാരക്കാരനാണ് വൈഭവ് സൂര്യവംശി. അദ്ദേഹത്തിനാണ് IPL ലേലത്തിൽ കരാർ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഇനി IPL ലേലത്തിൽ ഏറ്റവും ഉയർന്ന ലേലത്തുക ലഭിക്കുന്ന താരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഋഷഭ് പന്താണ്. IPL താരലേലത്തിൽ
ഏറ്റവും ഉയർന്ന ലേലത്തുക ലഭിച്ച കായിക താരം, ക്രിക്കറ്റ് താരം ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഋഷഭ് പന്താണ്. ഋഷഭ് പന്തിന് തൊട്ട് പിറകെ തന്നെ ശ്രേയം അയ്യർ ഉണ്ട്. സോ IPL ലേലത്തിൽ ഏറ്റവും ഉയർന്ന ലേലത്തുക ലഭിച്ച താരം ഋഷഭ് പന്താണ്. ഏറ്റവും കരാർ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാന്ന് ചോദിച്ചാൽ വൈഭവ് സൂര്യവംശി. 13 വയസ്സ് മാത്രമേ ആൾക്കുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളൊക്കെ നമ്മളിപ്പോൾ നോക്കി. കഴിഞ്ഞ 7 ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട 10 വാർത്തകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വെറുതെ വാർത്തകൾ കണ്ടുപോകാതെ, അത് വെറുതെ വായിച്ച് കളയാതെ അതിലെ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം PSCയുടെ മാറിയുള്ള ട്രെൻഡ് നമുക്ക് മനസ്സിലാകുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണെങ്കിലും കറണ്ട് അഫയേഴ്സിൽ നിന്നൊക്കെ ആണെങ്കിലും PSC ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മാർക്കും ഉദ്യോഗാർത്ഥികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഓരോ മാർക്കും നേടിയെടുക്കുന്നതിന് വേണ്ടി കുറച്ചൊക്കെ തന്നെ നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു, ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷനെ, ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ വാർത്തകൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുന്ന ഈ കോഴ്സിലേക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് നമ്മൾ കൃത്യമായിട്ടൊരു തയ്യാറെടുപ്പോടുകൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ പ്രിലിംസ് എന്നൊരു കടമ്പ കടന്ന് 2 പേപ്പറുകളുള്ള മെയിൻസും എഴുതി ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. സോ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലോട്ട് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പഠനമാണെങ്കിലും തയ്യാറെടുപ്പാണെങ്കിലും ജീവിതമാണെങ്കിലും ആ ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ ശരിക്കും മാറ്റേണ്ടിയിരിക്കുന്നു. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം. എല്ലാവരെയും PSC ടോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിവുകളും വാർത്താ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു സോ മച്ച്.